മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സ്പേസ് വാർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നായിരിക്കില്ല, സ്പേസ് എന്നായിരിക്കും യുദ്ധം. എല്ലാ സാധനങ്ങളും ആടല്ലേ ഉള്ളത്. നമ്മളെ ഉത്സവത്തിന് നേർച്ചക്കെല്ലാം ബലൂണ് വെക്കുന്ന, പൊരി വെക്കുന്ന, ജിലേബി വെക്കുന്ന ഒരു പ്രതീതിയാണ് ആടെ പോയാൽ ഉണ്ടാവുക. എല്ലാ രാജ്യവും പറത്തിവിട്ട സാധനങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് കൺട്രോളിങ് സിസ്റ്റം ഉള്ളത്. ചന്ദ്രമാസം കണക്ക് കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഒരു ചെറിയ സമയത്തിനകം ചില മുഖവുരകളും കിളിവാതിലുകളും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മാസം കാണുമ്പോഴാണ് ഈ ചന്ദ്രമാസം ആരംഭിക്കുന്നത്. പക്ഷെ ലോകത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ അതേക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ചെറുതായാലും വലുതായാലും അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ചെയ്യുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നിയമം പാലിക്കുന്ന മഹാഭൂരിപക്ഷം. മറ്റൊന്ന്, നേരത്തെ ഇവിടെ അലി മണിക്ഫ എന്നൊക്കെ പറഞ്ഞല്ലോ, ചില മുസ്ലിം രാജ്യങ്ങളിൽ ആ കാഴ്ചപ്പാടുണ്ട്. ന്യൂമൂണിന് ശേഷമുള്ള പ്രഭാതം മുതൽ ഹിജ്റ മാസം ആരംഭിക്കുന്ന മറ്റൊരു രീതി. മൂന്നാമത്തെ ഒരു സമ്പ്രദായം, പ്രത്യേകിച്ച് ഈ അടുത്ത കാലം മുതൽ മൈനോറിറ്റി ഫിഖ്ഹിൻ്റെയൊക്കെ ഭാഗമായി കൂടി പറയപ്പെടുന്ന യൂറോപ്യൻ, സ്കാൻഡിനാവിയൻ, നോർവീജിയൻ രാജ്യങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയപ്പെടുന്ന, ഒരു പരിധിയോളം അപ്ലൈ ചെയ്യപ്പെടുന്ന രീതിയാണ്. അതായത് സൗദി അറേബ്യയെ ഫോളോ ചെയ്തിട്ട് അവിടെ മാസം ആരംഭിക്കുന്നതിന് അനുസരിച്ചുകൊണ്ട് സ്വന്തം ആകാശത്തേക്കും ചക്രവാളത്തിലേക്കും നോക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു ധാരണയും. ഇത് മൂന്നിൽ നമ്മളുടെ അഭിപ്രായം എന്താണ്, എന്തുകൊണ്ടാണ് അത് ഇസ്ലാമിൽ പ്രബലമാവുന്നത് അല്ലെങ്കിൽ സ്വഹീഹാവുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഏതായാലും ശർഈ ചന്ദ്രമാസം അല്ലാത്ത ചന്ദ്രമാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ ചന്ദ്രൻ, ഇസ്ലാമിൻ്റെ വലിയൊരു പ്രത്യേകത പ്രകൃതി, അന്തരീക്ഷം, അതിൽ തന്നെ ആകാശം, ഭൂമി, കാലാവസ്ഥ, ഇതിനോടൊക്കെ നിരന്തരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും വ്യവസ്ഥപ്പെടുത്തപ്പെട്ടത് എന്നുള്ളതാണ്. സമയവുമായി ബന്ധപ്പെട്ടത്, സ്ഥലവുമായി ബന്ധപ്പെട്ടത്, കാലവുമായും ദിവസവുമായും ബന്ധപ്പെട്ടത് മുഴുവൻ അങ്ങനെയാണ്. കേവലം ആകാശത്തേക്ക് എന്തേ നോക്കുന്നില്ല, ഭൂമിയിലേക്ക് എന്തേ നോക്കുന്നില്ല എന്ന ഖുർആനികമായ ചോദ്യം മാത്രമല്ല, അത് ഒരു സങ്കല്പം എന്നുള്ളതിലുപരി അതിൽ നിന്ന് നിഷ്പന്നമായതാണ് നിയമങ്ങൾ. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതിൻ്റെ മൂന്നിൻ്റെയും ഇടയിലുള്ള ഒരു സാപേക്ഷികത്വം എന്ന് പറയാം. അത് മുഖേനയാണ് നമുക്ക് കാലവും സമയവും കിട്ടുന്നത്. കാലം നിർണയിക്കാൻ ചന്ദ്രനും സമയം നിർണയിക്കാൻ സൂര്യനും എന്ന് എളുപ്പത്തിൽ പറയാം. പ്രകൃതി പഞ്ചാംഗം എന്നൊക്കെ പുതിയ പ്രയോഗം അനുസരിച്ച് കാലം നിർണയിക്കാൻ ചന്ദ്രനെയും സമയം നിർണയിക്കാൻ സൂര്യനെയും ആശ്രയിക്കും. അതിലെവിടെയാണ് ഈ ചന്ദ്രമാസം എന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുഭവത്തിൽ സൂര്യനും ചന്ദ്രനും കിഴക്കുതിച്ച് പടിഞ്ഞാറിൽ അസ്തമിക്കുന്നു. പുതിയ ആസ്ട്രോണമി കാഴ്ചപ്പാടനുസരിച്ച് ഭൂമി പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് സൂര്യൻ അഭിമുഖമായി കറങ്ങുന്നത് കൊണ്ട് നമുക്കങ്ങനെ അനുഭവപ്പെടുന്നു. അതിൻ്റെ ആ മാജസ്തി, തശ്രീഹുൽ അഫ്ലാക്കും പുതിയ വാനശാസ്ത്രവും നമുക്കൊക്കെ അറിയാം, ഞാനിത് വിശദീകരിക്കുന്നില്ല. സൂര്യനും ചന്ദ്രനുമാകട്ടെ അതിൻ്റെ പരിക്രമണപാതയിൽ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക്
കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ ഒരു ദിവസം 1 ഡിഗ്രിയും ചന്ദ്രൻ ഭൂമിയെ അപേക്ഷിച്ച് 13 ഡിഗ്രിയും കുറച്ചും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അമാവാസി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അത് ഈ മൂന്നും ഒരു രേഖയിൽ വരുന്ന ഒരു നിമിഷമാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലാവണം എന്നില്ല. നേർരേഖയിലാവുമ്പം ഗ്രഹണമാവും. എല്ലാ അമാവാസിയും ഗ്രഹണമാവണം എന്നില്ല. ആ ഒരു നിമിഷത്തിന് ശേഷം, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്നൊക്കെ പറയല്ലോ, ചന്ദ്രൻ സൂര്യൻ്റെ കുറച്ച് മുമ്പിലേക്ക് എത്തുന്നു, കിഴക്കിലേക്ക്. ഗ്രാഫൊക്കെ ഉണ്ടായാൽ മനസ്സിലാകുമായിരുന്നു. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനൊക്കെയാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. അതൊരു ദിവസത്തെ ദൈർഘ്യമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് തുടങ്ങിയിടത്തേക്ക് എത്തണമല്ലോ, ഒരു 360 ഡിഗ്രി. നമ്മളൊരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയല്ലേ, ഏതെങ്കിലും ഒരു സൂചി ഒന്നും യാത്ര പുറപ്പെട്ട് രണ്ടാമത് ആ ഒന്നിലേക്ക് തന്നെ എത്തുന്ന ആ ഒരു പൂർണ്ണവൃത്തം സഡറിയൽ മന്ത് എന്ന് പറയും. നക്ഷത്രാപേക്ഷിത ചന്ദ്രമാസം. അത് 27 ദിവസവും കുറച്ച് മണിക്കൂറുകളുമാണ്. 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ് 11.6 സെക്കൻഡ്. അതൊരു ആസ്ട്രോണമിക്കൽ കണക്കാണ്. പക്ഷെ അത്ര ചന്ദ്രൻ ഓടിയാൽ രണ്ടാമത് സൂര്യൻ്റെയും ഭൂമിയുടെയും ഒപ്പം എത്തൂല. കാരണം സൂര്യൻ കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ 2 ദിവസം കൂടി വേണ്ടി വരും രണ്ടാമത് ഈ മെഹാക്ക് സംഭവിക്കാൻ, അമാവാസിയിലെത്താൻ. അത് 29 ദിവസവും 12 മണിക്കൂറും 43 മിനിറ്റും 43 മിനിറ്റും കുറച്ച് സെക്കൻഡുമാണ്. 7 സെക്കൻഡാണെന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കിയാൽ മതി സൈറ്റിൽ. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മൾ ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ കണ്ടുമുട്ടി, അത് പിരിഞ്ഞു. അതിന് രണ്ടാമത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും പിരിഞ്ഞിടത്തേക്ക് മിനിറ്റ് സൂചിക്ക് എത്താൻ 60 മിനിറ്റ് മതി. പക്ഷേ മണിക്കൂർ സൂചിയോട് മുട്ടാൻ 65 മിനിറ്റും കുറച്ച് സെക്കൻഡും വേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ. രണ്ടാമത് വീണ്ടും ഒരു നേർരേഖയിൽ ഇത് 3 എത്തുന്നതിനാണ് ഒന്ന് സിനോഡിക് ചന്ദ്രമാസം, മറ്റൊന്ന് സെഡറിയൽ ലൂണാർ മന്ത് എന്ന് പറയും. ഞാൻ ഈ 2 പേരുകൾ ഉപയോഗിച്ചത്, ഇത് രണ്ടും പക്ക സയൻറ്റിഫിക് വാക്കുകളാണ്. സെഡറിയൽ ലൂണാർ മന്ത്, സിനോഡിക് ലൂണാർ മന്ത്. ഇത് രണ്ടിനോടും ഇസ്ലാമിൻ്റെ ഒരു അഹ്കാമും ബന്ധിക്കുന്നില്ല. ഇത് നമ്മൾ അറിയുന്നില്ല. ഈ പ്രതിഭാസത്തിനിടയിൽ ഇത് 3 ഒന്നിക്കുന്നു. അമ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചെന്നാണ്. വാസി എന്ന് പറഞ്ഞാൽ താമസിക്കുക. സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് താമസിക്കുന്ന ആ ദൈർഘ്യത്തിനാണ് അമാവാസി എന്ന് പറയുന്നത്. അമാവാസിക്ക് ശേഷമുള്ള ഒരു നിമിഷാംശം, അതാണ് ന്യൂ മൂൺ. പക്ഷെ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. വാസ്തവത്തിൽ ഖുർആനിൽ യസ്അലൂനകാനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്ന് പറയുന്നിടത്തുള്ള അഹില്ലയാണ് ശറഇൻ്റെ ചർച്ചകളുടെ ആധാരം. കാരണം ആ ചോദ്യം തന്നെ വരുന്നൊരു സിയാക്കെന്താ? അറബികൾ മരുഭൂമിയിലൂടെ വ്യാപാരത്തിന് പോകുന്നവരും സഞ്ചരിക്കുന്നവരുമാണ്. നക്ഷത്രങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കിയിട്ടൊക്കെ സഞ്ചരിക്കുന്നവരാണ്. ഇപ്പോൾ സൂര്യൻ എന്നും
ഒരേ വലുപ്പത്തിലും അനുഭവത്തിലുമാണ് ഇവർ കാണുന്നത്. ചന്ദ്രനാകട്ടെ ഒരേ വലുപ്പത്തിലല്ല, വൃദ്ധിക്ഷയങ്ങൾ സംഭവിക്കുന്നു. ഈ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ചാണ് അവരുടെ ചോദ്യം, അവരുടെ അനുഭവത്തെക്കുറിച്ചാണ് ചോദ്യം. യസ്അലൂനക അഹില്ല. ഒന്നാം ദിവസം ഒരു ഈർക്കിൾ വള്ളു പോലെ പ്രതിപദം, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വയാദശി, ത്രയാദശി, പൗർണമി. ഇതാണ് ആദ്യത്തെ 13 തിഥികൾ എന്ന് പറയും. പിന്നീട് 2 ദിവസം പൗർണമിയാവും, ഒരു ദിവസം പൗർണമി. പിന്നീട് ഇത് ശുക്ലപക്ഷം എന്നൊക്കെ പറയും. പിന്നീട് കൃഷ്ണപക്ഷമാണ്, അത് ചെറുതായി ചെറുതായി വന്നിട്ട് അവസാനം ഉർജൂനുൽ ഖദീം അമാവാസിയിലേക്ക് മുട്ടുന്നു. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ആദ്യത്തെ 8 ദിവസം വാണിംഗ് ക്രസൻറ്റ് എന്ന് പറയും. പിന്നത്തേത് പൗർണമി എത്തുന്നത് വരെ വാണിംഗ് ഗിബ്ബോസ് എന്ന് പറയും. പൗർണമി കഴിഞ്ഞാൽ പിന്നെ വാക്സിങ് ഗിബ്ബോസ് എന്ന് പറയും, പിന്നെ വാക്സിങ് ക്രസൻറ്റ് എന്ന് പറയും. പിന്നീട് ഇൻവിസിബിൾ മൂണാകും, പിന്നീട് ന്യൂ മൂണാകും, പിന്നീട് ക്രസൻ്റ് ആകും. ഇതാണ് ആസ്ട്രോണമി. അപ്പം ഇതിനെക്കുറിച്ചാണ് ചോദ്യം. ഈ അനുഭവത്തിലെ മാറ്റം എന്താണ്? ഈ അനുഭവത്തിലെ മാറ്റം ചോദിച്ചപ്പോൾ അള്ളാഹു ആ മാറ്റത്തിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തിയേക്ക്, അതാണ് അതിൻ്റെ ഒരു ഇഷാറത്ത്. പക്ഷെ അതിൻ്റെ പ്രയോജനം എന്താണ്? നിങ്ങളതിൽ നിർബന്ധമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മാനകമായ തത്വം, ബാക്കി വ്യക്തിപരമായ ഇഖ്തിസാസാണ്, ടാലൻ്റ് പോലെ നിങ്ങൾ അന്വേഷിക്കൂ. പൊതുവെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം കുൽ ഹിയ മവാഖിതു ലിന്നാസി വൽ ഹജ്ജ്, അത് കാലം നിർണ്ണയിക്കാനുള്ള പ്രകൃതി പഞ്ചാംഗമാണ്. അപ്പം ഈ കാലം നിർണ്ണയിക്കാനുള്ള പ്രകൃതി പഞ്ചാംഗം ദൃശ്യകലകളാണ്. അതാണ് ഖുർആൻ്റെ ആയത്തിൻ്റെ പൊരുൾ. ന്യൂമൂൺ അദൃശ്യകലയാണ്. ഡാർക്ക് ക്രസൻറ്റ്, ഇൻവിസിബിൾ ക്രസൻറ്റ്, ഡാർക്ക് മൂൺ എന്നൊക്കെയാണ് ആസ്ട്രോണമി അതിനെക്കുറിച്ച് പറയുന്നത്. ഈ കണ്ടെത്തപ്പെടാത്ത പ്രപഞ്ചത്തെക്കുറിച്ച് ഡാർക്ക് മാറ്റർ എന്ന് ഫിസിക്സ് പറയുന്നത് പോലെ, അജ്ഞാതമായ ദ്രവ്യം എന്ന് പറയുന്നത് പോലെ അജ്ഞാതമായ മൂണാണിത്. ഈ അജ്ഞാതമായ മൂണിനെക്കുറിച്ച് ഖുർആനിൽ യസ്അലൂനക അനിൽ അഹില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൽ പ്രശ്നം സൂചിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ചന്ദ്രമാസമായിട്ട് കൂട്ടുന്നത് പിന്നെ സിമ്പിളാണ്. ന്യൂ മൂൺ സംഭവിക്കുന്നു. ന്യൂ മൂൺ സംഭവിച്ചാൽ, ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ, അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാനാണ്. ഒരിക്കൽ കൂടി പറയാം. ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരേ രേഖയിൽ വന്നിട്ട് ചന്ദ്രൻ കിഴക്കിലേക്ക് സൂര്യനെ അപേക്ഷിച്ച് അല്പം തെന്നുന്നതിനാണ്, മുന്നോട്ട് വരുന്നതിനാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു വസ്തുവിൻ്റെ പേരല്ല, ഒരു മുസമ്മയല്ല ന്യൂ മൂൺ. വാസ്തവത്തിൽ ന്യൂ മൂൺ എന്നുള്ളത് ഒരു ആക്ഷനാണ്, ഒരു പ്രോസസ്സാണ്, ഒരു ആസ്ട്രോണമിക്കൽ പ്രോസസ്സ്. അല്ലാതെ പുതിയ ചന്ദ്രൻ എന്നുള്ള ആ വസ്തുവിൻ്റെ പേരല്ല. ഒരു മസ്തരിയായ മാനയാണ് ന്യൂ മൂൺ ഉള്ളത് എന്നർത്ഥം. അത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. എന്നിട്ട് പിന്നെ അന്ന് വൈകുന്നേരം, ന്യൂ മൂൺ ഉണ്ടായ ദിവസം വൈകുന്നേരം നമ്മുടെ അനുഭവത്തിൽ ചന്ദ്രനും സൂര്യനും എന്തായാലും അസ്തമിക്കുമല്ലോ. ഇങ്ങനെ അസ്തമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സൂര്യൻ്റെ അടുത്തായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക. കാരണം ഒരു രേഖയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് കുറച്ച് മണിക്കൂറുകളാവുന്നുള്ളൂ. അവിടെ ആസ്ട്രോണമിക്കലി കുറച്ച് കണ്ടീഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് കാണണമെങ്കിൽ എന്താണ് ഈ മാസം കാണുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. സൂര്യൻ അസ്തമിച്ചിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രൻ അസ്തമിക്കാതെ ബാക്കിയാവുകയാണെങ്കിൽ അതിന് നമ്മളത് നഗ്ന നേത്രം കൊണ്ട് സാക്ഷിയാവുകയാണെങ്കിൽ അതിനാണ് മാസപ്പിറ ദർശനം, മാസപ്പിറവി എന്ന് പറയുന്നത്. പക്ഷെ അത് പറക്കാൻ ആസ്ട്രോണമിക്കലി എന്താ കണ്ടീഷൻ? ആസ്ട്രോണമിക്കലി
സൂര്യൻ്റെ അടുത്ത് തന്നെയാണ് ചന്ദ്രനെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ പ്രഭയിൽ ഇത് കുളിച്ചു കാണൂല. അപ്പോൾ അതോടെ കണ്ടീഷൻ പറയുന്നത്, ആ കണ്ടീഷൻ ഒരു ഫാക്ച്വലി നഫ്സുൽ അംർ അങ്ങനെ തന്നെ ആവണമെന്നില്ല. നമ്മൾ ഇത്തരം സംഗതികളുടെ താരീഫ് പറയുമ്പോൾ കിതാബുകൾ കൊണ്ടുവരുന്നൊരു ശൈലിയുണ്ടല്ലോ, അലാമാഹിയ അലൈഹി ഫി നഫ്സുൽ അംരി ബി ഖദരിത്താക്കത്തിൽ ബശരിയ, അല്ലേ? ഇൽമുൻ യുബ്ഹസു ഫീഹി അൻ അഹ്വാലി അഴിയാനിൽ മൗജൂദാത്തി അസുഫ്ലിയത്തി വൽ ഉൽവിയത്തി അലാമാഹി അലൈഹി ഫി നഫ്സുൽ അംരി ബി ഖദരിത്താക്കത്തിൽ ബശരിയ എന്ന് പറയും. ഈ ബി ഖദരിത്താക്കത്തിൽ ബശരിയ എന്നുള്ളത് സിഗത്തു തബരിയ എന്നാണ് പറയുക, ജാമ്യാപേക്ഷയാണത്. തെറ്റാം, കുറച്ചൊക്കെ മാറാം. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റീവ് സയൻസും ബി ഖദരിത്താക്കത്തിൽ ബശരിയാണ്. ഫാൾസിഫയബിലിറ്റി എന്നൊക്കെ അതിന് സയൻസിൻ്റെ ടേമും വരും. അപ്പോൾ അത് ഈ സൂര്യനും ചന്ദ്രനും തമ്മിൽ ഒരു 9 ഡിഗ്രിയും സംതിങ്ങും ഡിഫറൻസ് വേണമെന്നുള്ളതാണ് ആസ്ട്രോണമി പറയുന്നത്, മാസം കാണണമെങ്കിൽ. അത് സമയത്തിലേക്ക് മാറ്റിയാൽ, ഇതൊക്കെ വളരെ കോൺട്രവേഴ്ഷ്യലാണ്, സമയത്തിലേക്ക് മാറ്റിയാൽ ഈ അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത് 48 മിനിറ്റ് മൂൺലാഗ് എന്ന് പറയും. സൂര്യൻ അസ്തമിച്ചിട്ടും ചന്ദ്രൻ അസ്തമിക്കാതെ 48 മിനിറ്റ് വേണമെന്നായിരുന്നു അടുത്ത കാലം വരെ സയൻസിൽ കണ്ടിരുന്നത്. ഈ നാസാൻ്റെ സ്പേസ് സയൻസിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ 48 മിനിറ്റ് എന്നല്ല ഇന്നുള്ളത് 29 മിനിറ്റാണ്. സൂര്യൻ അസ്തമിച്ചിട്ടും ചന്ദ്രൻ അസ്തമിക്കാൻ ബാക്കിയുള്ള ആ ദൈർഘ്യം, ആ ഫസ്ലിനാണ് മൂൺലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂൺലാഗ് നമുക്ക് 29 മിനിറ്റിൽ പിടിക്കാം. കിതാബിൽ 32 മിനിറ്റാണ്, 29 മിനിറ്റിൽ പിടിക്കാം, അല്ല 32 മിനിറ്റിലേക്ക് മാറ്റാം. ഇത്രയും സമയമെങ്കിലും ബേസിക്കലി ഉണ്ടെങ്കിലേ കണ്ണുകൊണ്ട് ഇത് കാണുള്ളൂ. അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷമുള്ള സന്ദർഭത്തെക്കുറിച്ചാണ് നാം പുതിയ ചന്ദ്രമാസം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ. ഇപ്പോൾ ഇവിടെ 2 കാഴ്ചപ്പാട് ഒന്ന് ഇങ്ങനെ അവിടെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. മൂൺലാഗ് ഇത്ര മിനിറ്റ് വേണം, പക്ഷേ അതിന് കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയാൻ കാരണം ഇതൊക്കെ സയൻസ് അനുസരിച്ച് കൊണ്ടേ പാടുള്ളൂ എന്ന് പറയുന്ന ഇതേ കക്ഷികൾ തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ സൗദിയിലൊക്കെ ഈ വിഷയം ശ്രദ്ധിക്കുന്നവർക്കറിയാം, അല്ലാഹു അലം, മൂൺലാഗ് 5 മിനിറ്റും 10 മിനിറ്റും ഉള്ള ദിവസമൊക്കെ GCCയിൽ നോമ്പും പെരുന്നാളൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. ന്യൂമൂൺ ദിവസം നിലാവ് കാണുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ മണിക്ഫാനൊക്കെ. പക്ഷേ ന്യൂമൂൺ ഉണ്ടായ ദിവസം തന്നെയാണ് ഈ പല രാജ്യങ്ങളിലും ചന്ദ്രക്കലയെ കണ്ടു എന്നൊക്കെ പറയുന്നത്. ഈ മണിക്ഫാൻ്റെ ബുക്ക് ചെയ്യാൻ ഉദ്ധരിക്കാൻ കാരണം, മൂൺലാഗ് 17 മിനിറ്റുള്ള ദിവസം കാപ്പാട്ട് കാതിയാറ് മാസം തപ്പിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് കളിയാക്കുന്നുണ്ട്. മൂൺലാഗ് 17 മിനിറ്റുള്ള ദിവസം കാണാം എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൻ്റെ ഒരു തീരദേശ സ്വഭാവം വെച്ചിട്ട് കാണാൻ പറ്റും, വ്യക്തിപരമായി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ കടപ്പ് ഒന്നും കൂടി സവിശേഷമാണ്. പക്ഷേ ഈ 17 മിനിറ്റുള്ള ദിവസം കണ്ടു എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കക്ഷികൾ GCCയിൽ 2 മിനിറ്റും 3 മിനിറ്റൊക്കെ ഉള്ളപ്പോഴാണ് കാണുന്നത്. അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. GCCയെ ചൊടിപ്പിച്ചാൽ പിന്നെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ അനുസരിച്ച് കൊണ്ട് ന്യൂട്രലായിട്ട് കാര്യം സംസാരിക്കുകയാണെങ്കിൽ നഗ്നനേത്രം കൊണ്ട് അവിടെ പിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ ജമ്മ് ചെയ്യണം. നമുക്ക് GCCയെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒബ്സർവേറ്ററികളെ കൊണ്ട്, സഹായികളെ കൊണ്ട് സ്പോട്ട് നിർണയിച്ചിട്ട് പിന്നെ നഗ്നനേത്രം കൊണ്ട് നോക്കുന്നതാവാം എന്ന് വിചാരിക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ 2 മൻഹജ് വന്നു. ഒന്ന് കണ്ണുകൊണ്ട് തന്നെ കാണുക എന്നുള്ളതും, മറ്റൊന്ന് ന്യൂമൂണിന് ശേഷം മാസം തുടങ്ങുമെന്നുള്ളത്. പക്ഷെ അവിടെ ഒരു അവ്യക്തത ഉണ്ടാവാൻ പാടില്ല. ഈ ന്യൂമൂണിന് ശേഷം എന്ന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്, നമുക്ക് അവരെ നിരാകരിക്കുന്നതിൻ്റെ കുറച്ച് ന്യായങ്ങൾ നോക്കാം. പറയുമ്പോൾ ഒരു വാദം എളുപ്പമാണ്, അവരുടെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു പ്രേരണ, ഈ പ്രേരണയെ നമ്മൾ ചെറുതാക്കാൻ പറ്റൂല. ഉദ്ദേശശുദ്ധി എന്ന് പറയല്ലോ. ഉദ്ദേശം
നാട്ടിലെ 4 ദിവസം പെരുന്നാളും നോമ്പും എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തെ ഭംഗപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു സാർവദേശീയമായ പാൻ ഗ്ലോബൽ നോമ്പും പെരുന്നാളും സാധ്യമാക്കണം എന്നുള്ളതാണ്. ഇത് സാധാരണക്കാർക്കിടയിൽ നല്ല മൈലേജ് കിട്ടുന്നൊരു ആർഗ്യുമെൻറ്റുമാണ്. കാരണം ഇപ്പോൾ പ്രവാസികളും നമ്മുടെ നാട്ടിലൊക്കെയുള്ള വിഷയം, അവർ പെരുന്നാൾ നിസ്കരിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ അയച്ചു തരുമ്പോൾ നമുക്ക് ഇവിടെ നോമ്പായിരിക്കും. സാധാ സംഭവിക്കലുണ്ട്. കാരണം അവരൊന്നുകൂടി പടിഞ്ഞാറിലാണ്, നമ്മൾ കിഴക്കിലാണ്. നമ്മൾ മാസം കണ്ടില്ലെങ്കിലും അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും യാത്ര ചെയ്താൽ ഒരുപക്ഷെ 31 നോമ്പിലേക്കും അല്ലേ 29ൻ്റെ മാറ്റി 30-ാം നോമ്പിലേക്കുമൊക്കെ പോവേണ്ട സാങ്കേതിക പ്രയാസം വരും. അപ്പോൾ ഒറ്റ ദിവസം നോമ്പും പെരുന്നാളും ആക്കാമെന്നുള്ള ഒരു ജനാധിപത്യപരമായൊരു നിഷ്കളങ്കമായ വിഡിത്തമാണ്. എന്താണ് ഭൂമി എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതിലേക്ക് വരാം. അപ്പോൾ അവരുടെ ആർഗ്യുമെൻ്റ് അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരുപാട് മലയാളത്തിൽ ന്യൂമോണിന് ശേഷമാണ് മാസപ്പിറവി വരേണ്ടതെന്നുള്ള പുസ്തകങ്ങളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. പക്ഷെ ഒന്നിലും ഞാൻ കണ്ടെടുത്തിലോളം, ഞാൻ ആ വിഷയത്തിലൊരു അറിവുള്ള ആളല്ല, ഞാൻ കണ്ടെടുത്തിലോളം ഏത് സന്ദർഭം മുതൽ എന്നവർ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ നാസാൻ്റെ സൈറ്റ് അടിച്ച് നോക്കിയാൽ ഇങ്ങനെ കാണാം, അടുത്ത ന്യൂമൂൺ എപ്പോഴാണെന്ന് നോക്കിയാൽ ജസ്റ്റ് അതിൽ ടൈം കൊടുത്തിട്ടുണ്ടാകും. UTC ടൈം ഇത്ര മണിക്കായിരിക്കും, അല്ലെങ്കിൽ ഈസ്റ്റേൺ ടൈം ഇത്ര ടൈമിനായിരിക്കും, വെസ്റ്റേൺ ടൈം ഇത്ര, ഫ്രാക്ഷൻ അനുസരിച്ച് കൊടുക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ GMT ടൈം ഒരു രാവിലെ 11 മണിക്കാണ് അടുത്ത ന്യൂമൂണെങ്കിൽ, രാവിലത്തെ 11 മണി ആയിക്കോട്ടെ, ലണ്ടനിലെ രാവിലത്തെ 11 മണിക്കാണ് ന്യൂമൂണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ എത്ര മണിയായിരിക്കും? ആ 11 മണിയേക്കാളും ഒരു 5 മണിക്കൂർ കൂട്ടണം ഏകദേശം. GMT UTC കാൽക്കുലേഷൻ നമുക്കറിയാം. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കിലേക്ക് 15 ഡിഗ്രി മാറുമ്പോൾ 1 മണിക്കൂർ കൂട്ടണം, പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ കുറക്കണം. അപ്പോൾ ഏകദേശം ഇങ്ങോട്ടേക്ക് കൂട്ടുമ്പോൾ 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി, ഒരു 4:20 ആയിരിക്കും ഇവിടെയുള്ള സമയം. ന്യൂമൂണായി. എന്നാൽ ഈ 4:20 കോഴിക്കോട്ടുകാരായ കൊണ്ടോട്ടിക്കാരായ നമുക്ക് 4:20 കഴിഞ്ഞിട്ട് മഗ്‌രിബ് വാങ്ക 6:30 കൂട്ടിക്കോ. ഈ മഗ്‌രിബ് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള സമയം പഴയ മാസത്തിലെ സമയമാണോ പുതിയ മാസത്തിലെ സമയമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അതാണ് പ്രശ്നം. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതാണ്. ന്യൂമൂൺ സംഭവിച്ചു. ഇനി എപ്പം മുതലാണ് അടുത്ത മാസം തുടങ്ങുക? ന്യൂമൂണാനന്തര നിമിഷം മുതൽ തുടങ്ങുന്നില്ല. ന്യൂമൂണാനന്തര നിമിഷം മുതൽ തുടങ്ങാതെ പിറ്റേന്ന് രാവിലെ മുതൽ എന്നാണ്. പിറ്റേന്ന് രാവിലെ എന്നുള്ള വാക്കും വളരെ പ്രോബ്ലമാറ്റിക്കാണ്. ഇതൊക്കെ അവർ പറഞ്ഞു തരണം. മീൻസ് ഫജ്ർ എന്നാണോ ഉദ്ദേശിക്കുന്നത്? രാവിലെ ഒരു മോർണിംഗ്, അതിനൊരു ഇസ്തിലാഹിയായ മാന കൊടുക്കണമല്ലോ. ഒന്നുകിൽ ഫജ്ർ എന്നാണ് മുറാദ്, അല്ലെങ്കിൽ തുലൂ എന്നാണ് മുറാദ്. സ്വബയാണോ കൂട്ടേണ്ടത്, അല്ല സൂര്യോദയമാണോ? മണിക്ഫൻ ആദ്യം മക്കത്തെ സുബഹി എന്നാണ് പറഞ്ഞത്. ആ കത്തത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. ഈ മക്കത്തെ സുബഹി നമ്മുടെ നാട്ടിൽ എത്ര മണിയായിരിക്കും? മക്കത്തെ സുബഹി നമ്മുടെ നാട്ടിലുള്ള ഏകദേശം കുറച്ചും കൂടി ഇങ്ങോട്ടൊക്കെ വരില്ല, 2 മണിക്കൂർ 20 മിനിറ്റ് സംതിങ്. നമുക്ക് നേരത്തെയാണല്ല, കിഴക്കിലാണല്ലോ. പിന്നെ ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ മക്കത്തെ സുബഹി ഇനിയിപ്പോൾ അമേരിക്കക്കാർക്ക് ഏതായിരിക്കും സമയം ഒക്കെ വളരെ മണ്ടത്തരമാണ്. മാറ്റി പറഞ്ഞു, ഐഡിയൽ ഇൻ്റർനാഷണൽ ഡേറ്റിലെ ഇവിടെ GMT നിർണ്ണയിക്കുന്ന ഗ്രീനിച്ച് രേഖയുടെ നേരെ നവീറുത്തൂലുണ്ടല്ലോ, ആൻറ്റിപോഡൽ. ഭൂമിയെ കിഴക്ക് പടിഞ്ഞാറ് പപ്പാതിയാക്കുമ്പോൾ 0 പോയിൻ്റാണ്, തൂലാണ്, തൂൽ വലതാണ്.
ഗ്രീനിച്ച്, അതിൻ്റെ നേരെ അപ്പുറം പസഫിക് സമുദ്രത്തിൻ്റെ ഒത്ത നടു, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ ലൂപ്പായിട്ട് വരട്ടെ എന്നൊരു കൺസെപ്റ്റ് കിട്ടും. അപ്പോൾ ലോകത്തിന്ന് അവരുടെ കൺസെപ്റ്റ്, ഭൂമിയിൽ എവിടെ ന്യൂമൂൺ ഏത് നിമിഷത്തിൽ സംഭവിക്കുകയാണെങ്കിലും പിറ്റേന്ന്, ആ ദിവസം അന്തിമയങ്ങി പിറ്റേന്ന് പ്രഭാതം ഐഡിയൽ ഭൂമിയുടെ കിഴക്കേ എൻഡ് മുതൽ പുതിയ ശറഈ മാസം ആരംഭിക്കണം എന്നാണ്. ഈ വിഷയം എല്ലാ വിഷയവും ഇപ്പോൾ ഉസ്താദ് ഇവിടെ ഇതിനു മുമ്പൊക്കെ സംസാരിച്ച താരീഖാവട്ടെ, തഫ്സീറാകട്ടെ, സീറയാകട്ടെ, ദീനിയായ എല്ലാ സംഗതിയും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഭൂമി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പൊളിറ്റിക്കൽ അറ്റ്ലസ് ഏറ്റവും ബ്രെയിനിൽ വേണ്ടത് നാം ഉസ്താദുമാർക്കാണ്. ജിയോഗ്രഫി കറക്റ്റ് കിട്ടണം. അപ്പോൾ അതിങ്ങനെ ഭൂമിയിൽ ആദ്യമായിട്ട് പകലുണ്ടാകുന്ന ഒരു പ്രദേശം കീരിവാത്തി എന്ന് പറയും. റഷ്യയുടെ കിഴക്കേ എൻ്റെ സൈബീരിയയുടെ താഴെ വരുന്ന കീരിവാത്തി എന്ന് പറയാം. സൈബീരിയ, പോപ്ഗ്യൂനിയ, ഫിജി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെ ഇങ്ങനെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് ഇങ്ങനെ പടർന്ന് പിന്നെ ഏകദേശം ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, ജപ്പാൻ, ഇന്തോനേഷ്യ, മലേഷ്യ അത് കൂടി വന്നു. പിന്നെ ഇന്ത്യ, ചൈന, റഷ്യ, മംഗോളിയ അത് കൂടി വന്നു. പിന്നെ ഇപ്പുറത്തേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് മാറി, പിന്നെ യൂറോപ്പിലേക്ക്, ആഫ്രിക്കയിലേക്ക് പോയി, പിന്നെ അത് അമേരിക്ക, അലസ്കയിൽ പോയി തീരുന്നു. ഇങ്ങനെയാണ്. നല്ലൊരു കൺസെപ്റ്റാണത്. പക്ഷെ ആ കൺസെപ്റ്റിൽ ബേസിക്കലി ഒന്നാമത്തെ പ്രശ്നം, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് നാസാൻ്റെ സൈറ്റ് അടിച്ച് നോക്കിയാൽ കാണാം ന്യൂമൂൺ എപ്പോഴാണ്. ബേസിക്കലി അഹ്ലുസുന്നയുടെ ഒരു മൻഹജും ഇസ്ലാമിക് മോഡേണിറ്റിയുടെ മൻഹജും രണ്ടാവുന്ന ഒരു അടിസ്ഥാന തത്വം, അത് ഇൽമുൽ ഫലക്കാവട്ടെ, ഫിഖഹാവട്ടെ, അഖീദയാവട്ടെ, ഏതും ആകട്ടെ, ബേസിക്കലി ഉള്ളൊരു തത്വം, മനുഷ്യൻ്റെ ഫിതരിയായിട്ടുള്ള കഴിവുകളെയാണ് അഹ്ലുസുന്നയുടെ മൻഹജിൽ വിലമതിക്കുക, ആശ്രയിക്കുക, മാനദണ്ഡമാക്കുക. ഫിതരിയായ കഴിവിൻ്റെ അപ്പുറമുള്ള സാങ്കേതികതകളെ നമ്മുടെ ഫുഖാക്കൾ ആത്യന്തികമായി ആശ്രയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മാനക നയമായിരിക്കുമല്ലോ. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായി എന്ന് കൂട്ടിക്കോ, ലോകത്ത് നാസാൻ്റെ സ്പേസും സാറ്റലൈറ്റും ഉപഗ്രഹമൊന്നും ഉണ്ടാവില്ല. അടുത്ത ന്യൂമൂൺ എപ്പോഴാണ് എന്നത് UTC ടൈമിൽ ഇന്ന് കിട്ടുന്നുണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് കിട്ടിയിരുന്നില്ല, ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ കിട്ടണമെന്നുമില്ല. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഈ സ്ട്രക്ചർ അരമിനിറ്റ് കൊണ്ട് ഇല്ലാണ്ടാവാനുള്ള പൊട്ടൻഷ്യാലിറ്റി ബിൽക്കുവ അൽ ആലമ മുൻഹദിമൻ, ബിൽക്കുവ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ഇപ്പോൾ US പ്രസിഡൻറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതേപോലെ ഒന്നുകൂടി 1 ഡിഗ്രി കൂടി മാറിയ ഒരു സൈക്കോപാത്ത് ലോക വൻശക്തിയുടെ പ്രസിഡൻ്റായാൽ 1 മിനിറ്റ് കൊണ്ട് ഈ ഭൂമണ്ഡലം ആകെ കരിക്കാം, മൊത്തം കരിഞ്ഞു പോകും. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സ്പേസ് വാർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നായിരിക്കില്ല, സ്പേസ് എന്നായിരിക്കും യുദ്ധം. എല്ലാ സാധനങ്ങളും ആടല്ലേ ഉള്ളത്. നമ്മളെ ഉത്സവത്തിന് നേർച്ചക്കെല്ലാം ബലൂണ് വിൽക്കുന്ന, പൊരി വിൽക്കുന്ന, ജിലേബി വിൽക്കുന്ന ഒരു പ്രതീതിയാണ് ആടെ പോയാൽ ഉണ്ടാവുക. എല്ലാ രാജ്യവും പറത്തിവിട്ട സാധനങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് കൺട്രോളിങ് സിസ്റ്റം ഉള്ളത്.